ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, നമ്മുടെ CBSE എക്സാമിനേഷനിൽ SSTയിൽ മക്കളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിക്കുന്നു, അതുപോലെ മക്കൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് സാർ, ആ മാപ്പിന്റെ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിരോ. യെസ് മക്കളെ, നമ്മുടെ ജോഗ്രഫിയിൽ നിന്ന് വരുന്ന എല്ലാ മാപ്പ് ക്വസ്റ്റ്യൻസുകളും ഓരോ ചാപ്റ്റർ വൈസ് ആക്കിയിട്ട് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ എങ്ങനെ മാർക്ക് ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് മാർക്ക് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ മക്കൾ കൃത്യമായിട്ട് മുഴുവനായിട്ടും കാണണം കേട്ടോ. സോ നമ്മളിവിടേക്ക് നോക്കുന്ന സമയത്ത് മക്കളെ, നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നോക്കുന്ന സമയത്ത് റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലോ. അവിടുന്ന് മേ ബി നോട്ട് കൺഫേം, മേ ബി അഥവാ പരീക്ഷ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽസ് ഉണ്ടല്ലോ മക്കളെ, അതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അലൂവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, അറൈഡ് സോയിൽ ആൻഡ് ഫോറസ്റ്റ് സോയിൽ. ഇത് പഠിക്കാനുള്ള കോഡൊക്കെ നമ്മൾ ആക്ച്വലി നിങ്ങളെ പഠിപ്പിച്ചു തന്നായിരുന്നു. ഇതിന്റെ ജസ്റ്റ് ലൊക്കേഷൻസ് മക്കളും നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഫോറസ്റ്റ് സോയിൽ എന്ന് പറയുന്ന സമയത്ത് മക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്തു, ഹിമാലയം ഒക്കെ ഉണ്ടല്ലോ മക്കളെ, ഹിമാലയത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് കിടക്കുന്ന ആ ഒരു ഏരിയയിലാണ് ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ കാടുകളൊക്കെ കിടക്കുന്നത്. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. എന്നാൽ രണ്ടാമതായിട്ട് വരുന്ന അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയത്തിന്റെ ഒക്കെ സെഡിമെന്റ്സുകളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി അലൂവിയൽ ഏരിയ ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗംഗ റിവർ ഒക്കെ വരുന്ന ആ ഒരു ഏരിയ ആയിട്ടല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് പ്രധാനമായിട്ടും അലൂവിയൽ സോയിൽ ഉള്ളത്. അതുപോലെ തന്നെ ഗുജറാത്തിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ചെയ്യാം എക്സ്പാൻഡ് ചെയ്തിട്ട് ആക്ച്വലി അലൂവിയൽ സോയിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അടുത്താണ് റെഡ് ആൻഡ് യെല്ലോ സോയിൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ പെനിൻസുലാസ് പ്ലാറ്റ്യൂവിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് വെസ്റ്റേൺ ഗാർഡ്സിന്റെയും ഈസ്റ്റേൺ ഗാർഡ്സിന്റെയും ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ട് കിടക്കുന്നതാണ് ആക്ച്വലി ഏത് റെഡ് ആൻഡ് യെല്ലോ സോയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡെക്കാൻ പ്ലാറ്റ്യൂ ഒക്കെ ഇല്ലേ, ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ ഭാഗത്താണ് ആക്ച്വലി നമ്മുടെ റെഡ് ബ്ലാക്ക് സോയിൽ വരുന്നത്. ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രധാനമായിട്ടും നമ്മൾ ലാറ്ററൈറ്റ് സോയിൽ വളരെ റയർ ആയിട്ട് നമ്മൾ കുറച്ച് ഏരിയാസ് ഇവിടെ ഈ ഒരു സൈഡുകളിൽ മാത്രമാണ് ലാറ്ററൈറ്റ് സോയിലുകൾ കാണാറുള്ളത്. അതുപോലെ തന്നെ അരൈഡ് സോയിൽ എന്ന് പറയുന്നത് നമ്മൾ മരുഭൂമിയിൽ കാണുന്നതാണ് അരൈഡ് സോയിൽ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മരുഭൂമി ആയിട്ടുള്ള ഡെസേർട്ട് ഏരിയ ആയിട്ടുള്ള താർ ഡെസേർട്ടിന്റെ ഭാഗത്താണ് അരൈഡ് സോയിലും കാണുന്നത്. ജസ്റ്റ് മക്കളൊന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. ഇത് കൺഫേം അല്ല, ഇത് മേ ബി ചാൻസ് മാത്രമേ ഉള്ളൂ. ബട്ട് അഥവാ ഈ ഒരു ചാപ്റ്ററിന് മാപ്പ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് ഇവിടുന്ന് ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ അടുത്തായിട്ടുള്ള നമ്മുടെ എന്ത് ചെയ്തു, വാട്ടർ റിസോഴ്സ്, അവിടുന്ന് മാപ്പ് ക്വസ്റ്റ്യൻ കൺഫേം ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ കൺഫേം അല്ല എന്ന് പറഞ്ഞു, ഇത് കൺഫേം ആയിട്ട് വരുന്നതാണ്. ഇവിടെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് മേജർ ഡാംസ്, ഏതൊക്കെ പ്രധാനപ്പെട്ട ഡാമുകൾ എന്ന് പറയുന്നതാണ്. ഞാനിത് അവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. സലാൽ ഉണ്ട്, കാശ്മീരിലാണ്. ബക്രാനങ്കൽ ഹിമാചൽ പ്രദേശിൽ വരുന്നുണ്ട്. ഓരോ ഡാമുകളെ ഇവിടെ ജസ്റ്റ് ഒന്ന് മക്കളെ ശ്രദ്ധിക്കണേ. ഇവിടെ മക്കളെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നോക്കുന്നു മക്കളെ, ഇതാണ് സലാൽ എന്ന് പറയുന്നത്. സലാൽ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ സലാൽ ഡാം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, കാശ്മീരിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഈസ് ബക്രാനങ്കൽ. ദിസ് ഈസ് ആക്ച്വലി ബക്രാനങ്കൽ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതാണ് ബക്രാനങ്കൽ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. മൂന്നാമത്താണ് തെഹ്രി ഡാം. മൂന്നാമത്തെ ഇവിടെ ഉള്ളതാണ് തെഹ്രി ഡാം. 1, 2, then 3. മൂന്നാമത്തെ തെഹ്രി ഡാം അവിടെ മാർക്ക് ചെയ്തു. നാലാമത്താണ് റാണ പ്രതാപ് സാഗർ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഡാമാണ്. സോ രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, അതുകൊണ്ട് തന്നെ റാണ പ്രതാപ് സാഗർ ഡാം എന്ന് പറയുന്നത് നാലാമത്തെ ഡാം ഇവിടെ ഞാൻ ആക്ച്വലി മാർക്ക് ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തെ ഡാം എന്ന് പറയുന്നത് ഏതാണ്, സർദാർ സരോവർ. ഗുജറാത്തിലെ സർദാർ സരോവർ ഡാം ആണ്. ഗുജറാത്തിലേക്ക് നോക്കുന്നു, ഇവിടെ സർദാർ സരോവർ ഡാം. ദിസ് ഈസ് ദ ഫിഫ്ത് വൺ. സർദാർ സരോവർ പ്രൊജക്ടിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, വാട്ടർ റിസോഴ്സിൽ ആക്ച്വലി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആറാമത്തെ ഡാമാണ് ഹിരാക്കുണ്ട് ഡാം, അഥവാ ഒഡീഷയിലുള്ളതാണ് ഹിരാക്കുണ്ട് ഡാം എന്ന് പറയുന്നത്. ഹിരാക്കുണ്ട് ഒഡീഷയാണ്. Then the sixth one, ആറാമത്തെ ഡാമാണ് ഹിരാക്കുണ്ട് ഡാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ സെവൻത് വൺ എന്ന് പറഞ്ഞാൽ നാഗാർജുന സാഗർ ഡാമാണ്. തെലങ്കാനയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലുമായിട്ട് നിൽക്കുന്നതാണ് നാഗാർജുന ഗുണ്ട സാഗർ ഡാം എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ സെവൻത് വൺ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് തുംഗഭദ്ര ഡാം. കർണാടകയിലെ തുംഗഭദ്ര ഡാം ആണ്. കർണാടകയിലെ തുംഗഭദ്ര ഡാം, ദ എയ്ത്ത് വൺ എന്ന് പറയുന്നത്. സോ ഈ പ്രധാനപ്പെട്ട ഡാമുകൾ, അവയുടെ ലൊക്കേഷൻസ് കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കുക. ഞാനിത് മാർക്ക് ചെയ്തിട്ട് തന്നെ ഉണ്ട്. 1, 2, 3, 4, 5, 7, 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് നോക്കുക. അങ്ങനെ തന്നെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എന്നാൽ അടുത്തായിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, അഗ്രികൾച്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അഗ്രികൾച്ചറിന്റെ ഭാഗത്ത് മാപ്പ് വരും ചോദിക്കുകയാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും മേജർ പ്രൊഡ്യൂസർ, നമ്മൾ ഓരോ ക്രോപ്സുകളും നമുക്കറിയാം. ഈ ഓരോ ക്രോപ്സുകളും മേജർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതാണെന്നുള്ളത് മാർക്ക് ചെയ്യാനാണ്. അപ്പൊ ഇത് ഭയങ്കര സിമ്പിളാണ്. ഞാൻ ആ സ്റ്റേറ്റ്സിന്റെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ ആ സ്റ്റേറ്റ്സ് ഏതാ നമുക്ക് അറിയാലോ. ഇന്ത്യയുടെ മാപ്പ് മക്കൾക്ക് അറിയാമെങ്കിൽ ആ സ്റ്റേറ്റ്സ് മാർക്ക് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിൻ ആണ്. ഷുഗർ കെയിൻ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന എവിടെ മക്കളെ, അത് UP-യിലാണ്, അഥവാ ഉത്തർപ്രദേശിലാണുള്ളത്. സോ ഒന്നാമത് UP-യിലാണ്, ഉത്തർപ്രദേശിലാണ് ഷുഗർ കെയിന്റെ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ രണ്ടാമത്തെ നമ്മൾ നോക്കുന്നു, ടീ എന്ന് പറയുന്നത് ആസാമിലാണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ആസാം എന്ന് പറഞ്ഞാൽ എവിടെയാ, ദിസ് ഈസ് ദ ആസാം. ഇവിടെയാണ് ആസാം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഞാൻ അവിടെ മാർക്ക് ചെയ്തു.
ദെൻ മൂന്നാമത്തായിട്ട് ഏതാ നമ്മളിവിടെ പറയുന്നത് കോഫിയാണ്. കർണാടകയിലാണ് കോഫി വരുന്നത്. കോഫി കർണാടക 3, കോഫി കർണാടക കേരളത്തിന്റെ നേരെ മുകളിലാണ് കോഫി കർണാടകയിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ നാലാമത്തെ നമ്മൾ നോക്കുന്നു, നാലാമത്തെ റബ്ബർ കേരളയാണ്. നോ ഡൗട്ട് ദ ഫോർത്ത് വൺ റബ്ബർ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഞ്ചാമത്തേലേക്ക് നമ്മൾ നോക്കുന്നു. അഞ്ചാമത്തെ എന്ന് പറയുന്നത് ഏതാണ്? കോട്ടൺ. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഫിഫ്ത് വൺ. അഞ്ചാമത്തെ മഹാരാഷ്ട്രയിലാണ് കോട്ടൺ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിക്സ് വൺ എന്ന് പറയുന്നതാണ് ജൂട്ട്. വെസ്റ്റ് ബംഗാളിലാണ് ജൂട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോ വെസ്റ്റ് ബംഗാൾ നമ്മുടെ ബംഗ്ലാദേശിന് തൊട്ട് പുറത്തായിട്ട് കിടക്കുന്നതാണ് വെസ്റ്റ് ബംഗാൾ അല്ലെ. ദ സിക്സ്ത് വൺ. സോ മേജർ പ്രൊഡ്യൂസർ സ്റ്റേറ്റ്സിന്റെ പേര് പഠിച്ചാൽ മാത്രമേ ഇത് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓരോന്നിന്റെയും സ്റ്റേറ്റ്സിന്റെ പേരുകൾ സെപ്പറേറ്റ് ചെയ്തിട്ട് പഠിച്ചേക്കാം. എന്നാൽ മാത്രം മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ഇന്ത്യയുടെ മാപ്പ് അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും. സോ അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. എന്നാൽ അടുത്താണ് മക്കളെ നമ്മുടെ മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ് എന്ന് പറയാം. ഇവിടുന്ന് കുറേ മാപ്പുകൾ വരാം. ഇവിടുന്ന് കുറേ മാപ്പുകൾ വരാൻ പറ്റും. ഒന്നാമത്തെ ചാൻസിലാണ് അയണോർ. നമ്മൾ എന്ത് ഇരുമ്പായി ആക്ച്വലി അയണോറിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അയണോറിന്റെ പ്രൊഡക്ഷൻ നമ്മൾ പ്രധാനമായിട്ടും അവിടെ സ്റ്റേറ്റ്സിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മയൂബഞ്ച് അഥവാ ഒഡീഷയിലാണ് മയൂബഞ്ച് എന്ന് പറയുന്നത്. ആക്ച്വലി ഒഡീഷയിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെയാണ് ഒഡീഷ. ഒന്ന് ഒഡീഷ മാർക്ക് ചെയ്തു. രണ്ടാമത്തെ ദർഗ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ്. ആക്ച്വലി ദർഗ് എന്ന് പറയുന്നത്. അപ്പൊ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ മുകളിൽ വരുന്ന സ്ഥലമാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ 2. ഇതാണ് 2 എന്ന് പറയുന്നത്. മാർക്ക് ചെയ്ത് കാണുന്നുണ്ടല്ലോ? ഓക്കെ, കാണുന്നുണ്ട്. എന്നാൽ മൂന്നാമത്താണ് മക്കളെ ബൽദിയ എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡ് തന്നെ, സെയിം സ്റ്റേറ്റ് തന്നെയാണ്. പക്ഷെ സ്ഥലം നമുക്ക് ചെറുതായിട്ട് മാറ്റേണ്ടത്. ഒന്ന് താഴത്തേക്ക് പോന്നാൽ മതി. ഇവിടെയാണ് ബൽദിയ എന്ന് പറയുന്നത് മൂന്നാമത്തെ. നാലാമത്തെ സ്ഥലം നമ്മൾ നോക്കുന്നു ബെല്ലാരി. കർണാടകയിലാണ് ബെല്ലാരി എന്ന് പറയുന്നത്. അത് ആക്ച്വലി ആന്ധ്രയുടെയും കർണാടകയുടെയും ബോർഡർ ആയിട്ട് വരുന്ന സ്ഥലമാണ് ബെല്ലാരി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഫോർത്ത് വൺ. ബെല്ലാരി എന്ന് പറയുന്നത് ഇവിടെയാണ്. ആക്ച്വലി ഫോർത്ത് വൺ ആണ് ബെല്ലാരി എന്ന് പറയുന്നത്. ഇതാണ് ഫോർത്ത് ടോ. ഇതാണ് നാലാമത്തെ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ കർണാടകയിൽ തന്നെയാണ്. അതേതാണ്? കേദാർമുഖ് ആണ്. കർണാടകയിൽ തന്നെ കേദാർമുഖ് എന്ന് പറയുമ്പോൾ അതൊന്നും കൂടെ ഇപ്പുറത്തേക്ക് നമ്മുടെ തീരപ്രദേശത്തേക്ക് ഇങ്ങോട്ട് വന്നു. ദിസ് ഇസ് ദ ഫിഫ്ത് വൺ. ഇതാണ് അഞ്ചാമത്തത്. സോ അയണോറിന്റെ കാര്യത്തിലേക്ക് എന്ത് ചെയ്തു? നമ്മൾ അവിടെ കൃത്യമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റി അയണോർ. എന്നാൽ അടുത്തയിലേക്ക് ഞാൻ പോകുന്നു. ആറാമത്തെ സ്ലൈഡ് ഇവിടെ. യെസ്, കോൾ മൈൻസ്. നമ്മൾ കോൾ ഉണ്ടല്ലോ, കോളിന്റെ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങൾ എവിടേക്കാ? അതും നമ്മൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ സ്ഥലങ്ങളെ നോക്കിയേക്കുക. ഒന്നാമത്തെ റാണിഗഞ്ച്. നമ്മൾ നേരത്തെ പഠിച്ച സെയിം സ്ഥലം തന്നെയാണ് റാണിഗഞ്ച് എന്ന് പറഞ്ഞാൽ. എവിടെയാ? വെസ്റ്റ് ബംഗാളിലാണ് റാണിഗഞ്ച് കിടക്കുന്നത്. രണ്ടാമത്തെ എവിടെയാണ്? ബൊക്കാരോ. ജാർഖണ്ഡിലുള്ള ബൊക്കാരോ ആണ്. ബിലായി ബൊക്കേറോ. അതവിടെ അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു വെക്കാനുള്ള സ്ഥലമാണ് ബിലായി ബൊക്കേറോ എന്നൊക്കെ പറയുന്നതില്. ബൊക്കേറോ എന്ന് പറയുന്നത് എവിടെയാ? നമ്മുടെ ജാർഖണ്ഡിലാണ് ബൊക്കേറോ വരുന്നത്. സോ നമ്മൾ ജാർഖണ്ഡിലെ മാർക്ക് ചെയ്യുന്നു. ജാർഖണ്ഡിലെ ബൊക്കേറോ 2 മാർക്ക് ചെയ്തു. എന്നാൽ മൂന്നാമത്താണ് ടാൽച്ചർ. നമ്മുടെ ഒഡീഷയിലാണ് ആക്ച്വലി ടാൽച്ചർ വരുന്നത്. ഒഡീഷയുടെ സെൻട്രൽ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ദിസ് ഈസ് ദ തേർഡ് വൺ. ടാൽച്ചർ എന്ന് പറയുന്നത് അവിടെയാ. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ നൈവേലി. തമിഴ്നാട്ടിലാണ് നൈവേലി വരുന്നത്. അവിടെ കോൾ പ്രൊഡക്ഷൻ ഉണ്ട് കേട്ടോ. ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള കോൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ദ ഫോർത്ത് വൺ. നൈവേലി. തമിഴ്നാട്ടിലാണ് നൈവേലി ഉള്ളത്. അപ്പോ നമ്മൾ ഏതായി? കോൾ മൈനിങ്സ് ഏരിയ ആയി. അഥവാ നമ്മൾ എന്ത് ചെയ്തു? കോളിന്റെ പ്രൊഡക്ഷന്റെ ഏരിയയും നമ്മൾ എന്ത് ചെയ്തു? അവിടെ കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ അടുത്തയിലേക്ക് നമ്മൾ പോകുന്നു. അടുത്തെന്ന് പറയുന്നത് ഇതാണ് പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഞാൻ പറയുന്നു ഈ കൊല്ലത്തെ CBSE ബോർഡ് എക്സാമിനേഷനിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗം ഇതായിരിക്കും. ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. പഠിച്ചിട്ട് തന്നെ നിർബന്ധമായിട്ട് മക്കൾ പൊക്കോളുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നോക്കുന്നു. ആദ്യം നരോര. ഉത്തർപ്രദേശിൽ UP-ലാണ് നരോര എന്ന് പറയുന്നത്. സോ യുപിയിലെ നരോര നമ്മൾ മാർക്ക് ചെയ്തു. UP-യിൽ നമ്മൾ മാർക്ക് ചെയ്താൽ മതി. പിന്നെ സ്ഥലം കുറച്ച് പുറത്തേക്ക് വായു ശേഷം പ്രശ്നമൊന്നുമില്ല. സ്റ്റേറ്റ് മാറാൻ മതി. UP-ക്ക് പകരം ആന്ധ്രാപ്രദേശ് കൊണ്ടേക്കാണ് മാർക്ക് ചെയ്താണ്ട് സാറേ എനിക്ക് മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അവിടെ സ്റ്റേറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതുപോലെ തന്നെ അടുത്താണ് കക്രപാറ. നമ്മുടെ ഗുജറാത്തിലാണ് ആക്ച്വലി കക്രപാറ വരുന്നത്. ഗുജറാത്തിന്റെ ഈ എൻഡ് ഭാഗത്ത് കേട്ടോ. ദിസ് ഇസ് ദ സെക്കൻഡ് വൺ. ഇതാണ് രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ. എന്നാൽ മൂന്നാമത്തത് താരാപൂർ. മഹാരാഷ്ട്രയിലാണ് താരാപൂർ. നമ്മൾ ഇതിന്റെ നേരെ താഴെ തന്നെ എന്ത് ചെയ്തു? ഇതിന് നേരെ താഴെയാണ് താരാപൂർ. മഹാരാഷ്ട്രയിലെ താരാപൂർ എന്ന് പറയുന്നത്. എന്നാൽ നാലാമത്തെ എവിടെയാണ്? കൽപ്പകം. നമ്മൾ തമിഴ്നാട്ടിൽ തന്നെയാണ് കൽപ്പകം എന്ന് പറയുന്നത്. കൽപ്പകം ഇവിടെയാണ്. കൽപ്പകം തമിഴ്നാടിന് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ആക്ച്വലി വരുന്ന ഭാഗമാണ് കൽപ്പകം എന്ന് പറയുന്നത്. സോ അവിടെ എന്ത് ചെയ്തു? കൃത്യമായിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു? അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. എന്നാൽ ഇനി നമ്മൾ അടുത്തയിലേക്ക് പോകുന്നു. വേഗം എല്ലാ മാപ്പുകളും കൃത്യമായിട്ട് നോക്കണമല്ലോ. അതുകൊണ്ട് അടുത്ത് നോക്കാം. കോട്ടൺ ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മേ ബി ചിലപ്പോൾ വരാം. ഫസ്റ്റ് വൺ മുംബൈ. എവിടെയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയുടെ നടുവില് മുംബൈ.
എല്ലാവർക്കും സിമ്പിൾ ആണ്. ഇൻഡോർ മധ്യപ്രദേശിലാണ്, ആക്ച്വലി ഇൻഡോർ എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്. ഇൻഡോർ എന്ന് പറയുന്നത് ഇൻഡോർ നമ്മുടെ ഉള്ളിലാണ്, ഉള്ളിലാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതുപോലെ തന്നെ മൂന്നാമത്തെ പറഞ്ഞാൽ സൂറത്ത്, ഗുജറാത്തിലാണ് ആക്ച്വലി സൂറത്ത് വരുന്നത്. സൂറത്ത് എന്ന് പറഞ്ഞാൽ ഈ എൻഡ് ഭാഗത്ത്, സൂറത്ത് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലാണ് കേട്ടോ സൂറത്ത് വരുന്നത്. അതുപോലെ തന്നെ കാൺപൂർ എന്ന് പറഞ്ഞാൽ യുപിയിലുള്ളതാണ്. കാൺപൂർ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലാണ്, യുപിയിലാണ് കാൺപൂർ എന്ന് പറയുന്നത്. കാൺപൂരിന്റെ ലൊക്കേഷൻ ഇതാ, ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കിയില്ലാണ്ട് അഥവാ ചിലപ്പോൾ തട്ടിയിട്ട് വീണാലേ ആകെ കഴിക്കുന്നു പോകും. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ കോയമ്പത്തൂർ. കോയമ്പത്തൂർ എവിടെയാ? കർണാടകയിലാണ്. കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ കോയമ്പത്തൂരിലേക്ക് പോകാനുള്ളൂ. സോ അതുകൊണ്ട് ഇവിടെയാണ് കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ഫിഫ്ത് വൺ. അതോടുകൂടെ അവിടെ എന്ത് ചെയ്തു, നമ്മളുടെ ആ ഒരു ഭാഗവും നമുക്ക് സെറ്റ് ആയി. എന്നാൽ അടുത്തയിലേക്ക് ഞാനിതാ പോകുന്നു. അടുത്താണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. മക്കളെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ദുർഗാപൂർ. നമ്മുടെ വെസ്റ്റ് ബംഗാളിലാണ് ആക്ച്വലി ദുർഗാപൂർ വരുന്നത്. വെസ്റ്റ് ബംഗാൾ അറിയാലോ. വെസ്റ്റ് ബംഗാൾ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിന്റെ സ്റ്റേറ്റിനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം സ്റ്റേറ്റ് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് വേഗം മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ്. നോർത്ത് വെക്കുക. ബൊക്കാരോ, നേരത്തെ നമ്മൾ പഠിച്ച ബൊക്കാരോ എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡിന്റെ നടുവിൽ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, ബൊക്കാരോ വരുന്നത്. എന്നാൽ അടുത്താണ് ജംഷഡ്പൂർ. ജാർഖണ്ഡിൽ തന്നെയാണ് ജംഷഡ്പൂർ. അവിടെയാണ് ജംഷഡ്ജിന്റെ ഒക്കെ നമ്മൾ ടിസ്കോ ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അതും ജംഷഡ്പൂർ എന്ന് പറയുന്നു ഇവിടെ തന്നെയാണ് ആക്ച്വലി വരുന്നത്. അതുപോലെ തന്നെ നാലാമത്താണ് ബിലായി. ബിലായി എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡിലാണ് ആക്ച്വലി വരുന്നത്. ഛത്തീസ്ഗഡിലാണ് ആക്ച്വലി ബിലായി വരുന്നത്. ദിസ് ഈസ് ദ ഫോർത്ത് വൺ. ബിലായി എന്ന് പറയുന്നതിന്റെ ലൊക്കേഷൻ അവിടെയാണ്. എന്നാൽ അടുത്താണ് ഫിഫ്ത് വൺ എന്ന് പറയുന്നത് ഏതാണ്, വിജയനഗര. അഥവാ വിജയനഗര പറഞ്ഞാൽ കർണാടകയാണ്. വിജയനഗര എംപയർ ഒക്കെ മക്കൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ വിജയനഗര എന്ന് പറഞ്ഞാൽ കർണാടകയിലാണ്. ആൻഡ് ലാസ്റ്റ് വൺ തമിഴ്നാട്ടിലെ സേലമാണ്. തമിഴ്നാട്ടിലെ സേലം തമിഴ്നാടിന്റെ സെന്റർ ഭാഗത്താണ് സേലം വരുന്നത്. തമിഴ്നാടിന്റെ സെന്റർ ഭാഗത്താണ് ആക്ച്വലി സേലം വരുന്നത്. സോ ഇത് കൃത്യമായിട്ട് ഞാൻ ആ സൈഡിലേക്ക് പോകാത്തതിന് റീസണേ അതാണ്. മക്കൾ മാപ്പ് മാത്രമായിട്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ടായിരിക്കും. അവർക്ക് ആ ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടൊന്നുമില്ല, കവർ ആവുന്നില്ല, ശ്രദ്ധിച്ചേക്കണേ. അതുപോലെ തന്നെ അടുത്താണ് നമ്മൾ ചെയ്യുന്നു ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കോണമി എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ മക്കൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന സാധനമാണ്. ഇവിടുന്ന് മാത്ത് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. രണ്ട് ഏരിയാസ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഒന്നാമത്തെ ഒന്ന് പോർട്ടുകളാണ്, രണ്ടാമത്തെ എയർപോർട്ടുകളാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അതിൽ നമ്മൾ പോർട്ടുകൾ എന്ന് പറയുമ്പോൾ 10 പോർട്ടുകൾ ഉണ്ട്. ഈ ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു വെക്കാം. ഓർഡറിൽ പഠിച്ചത് മാർക്ക് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഒന്നാമത്തെ കണ്ടില. ഗുജറാത്തിന് ആരും കാണാത്ത സ്ഥലത്ത് ഈ മൂലൊക്കെ കിടക്കുന്നതാണ് കണ്ടില എന്ന് പറയുന്നത്. കണ്ടില്ല. എന്നാൽ രണ്ടാമത്തേതാണ് മുംബൈ. മഹാരാഷ്ട്രയുടെ സെന്റർ ഭാഗത്താണ് മുംബൈ വരുന്നത്. മൂന്നാമത്തെ മോമഗോവ. ഗോവയാണ് മോമഗോവ വരുന്നത്. സോ ഗോവ നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്ത് വെക്കുന്നു 3 മോമഗോവ. നാലാമത്തെ ന്യൂ മംഗലൂർ അഥവാ മംഗലാപുരമാണ്. കേരളത്തിന്റെ തൊട്ടുമുകളിൽ എന്ന് വെച്ചാൽ കേരളത്തിലല്ല കർണാടകയിലാണ്. പക്ഷെ കേരളത്തിന്റെ തൊട്ടുമുകളിലായിട്ടാണ് ന്യൂ മംഗലാപുരം വരുന്നത്. കേരളത്തിന്റെ സെന്റർ ഭാഗത്തായിട്ട് കൊച്ചിയെ മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നു തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാട് ഫസ്റ്റ് വൺ ടൂട്ടിക്കോറിൻ എന്ന് പറയുന്നത് എവിടെയാ, തൂത്തുക്കുടി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ടൂട്ടിക്കോറിൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ടൂട്ടിക്കോറിൻ. തമിഴ്നാട് വേറൊരു പോർട്ടും കൂടെ ഉണ്ട്, അതാണ് ചെന്നൈ പോർട്ട് എന്ന് പറയും. അത് കുറച്ചങ്ങോട്ട് മുകളിലേക്ക് കയറിയാൽ ചെന്നൈയായി. അതേസമയം നമ്മൾ അടുത്ത് നോക്കുന്നു വിശാഖപട്ടണം. ആന്ധ്രാപ്രദേശിലാണ് വിശാഖപട്ടണം എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിൽ കുറച്ച് മുകളിലേക്ക് അങ്ങോട്ട് കയറിക്കോട്ടെ, ഇവിടെയാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം എന്ന് പറയുന്ന പോർട്ട് വരുന്നത്. എന്നാൽ ഏറ്റവും അവസാനത്തെ അല്ല, പാരാദ്വീപ്. ഒഡീഷയിൽ ഏതുണ്ട്, പാരാദ്വീപ് ഉണ്ട്. ദിസ് ഈസ് ദ പാര ഒക്കെ വെക്കുന്ന ആളാണ്. ഒഡീഷയിലെ പാരാദ്വീപ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ കൊൽക്കത്തയിലെ ഹാൽദിയ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ് ഹാൽദിയ. നമ്മൾ വെസ്റ്റ് ബംഗാളിൽ എന്ത് ചെയ്യുന്നു, ആക്ച്വലി ഹാൽദിയയും വരുന്നുണ്ട്. ഇത് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എയർപോർട്ടിനെയും കൂടെ മാർക്ക് ചെയ്യുന്നതോട് കൂടെ നമ്മുടെ മാപ്പിന്റെ ഏരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ എയർപോർട്ട് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് അമൃത്സർ എയർപോർട്ട്. നമ്മൾ അമൃത്സറിൽ അതിന്റെ പേരെന്താണ്, ശ്രീ ഗുരു രാംദാസ് ജി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ആക്ച്വലി അതിനെ വിളിക്കാറുള്ളത്. അത് അമൃത്സർ എന്ന് പറയുന്നത് നമ്മൾ നേരെ മുകളിലേക്ക് പോകുന്നു. ഇവിടെയാണ് ആക്ച്വലി അമൃത്സർ എയർപോർട്ട്. എന്നാൽ രണ്ടാമത്തേലേക്ക് നോക്കുന്നു ഡൽഹിയിലാണ് ഇന്ദിരാഗാന്ധി എയർപോർട്ട് എന്നാണ് ആക്ച്വലി ഡൽഹിയിലെ എയർപോർട്ടിനെ വിളിക്കാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ കൊണ്ടുവന്നാണ് ഇന്ദിരാഗാന്ധി എയർപോർട്ട്. രണ്ട് ഇന്ദിരാഗാന്ധി എയർപോർട്ട്. മൂന്നാമത്തെ നോക്കുന്നു മുംബൈയിലെ ഛത്രപതി ശിവജി എയർപോർട്ട് ഉണ്ട്. മുംബൈ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്ററിലാണ്, നമ്മൾ നേരത്തെ പഠിച്ചു. സോ ദ തേർഡ് വൺ മുംബൈ ആണ്. The fourth one ചെന്നൈയിലാണ് മീനാമ്പക്കം എയർപോർട്ട്. ചെന്നൈയിലെ എയർപോർട്ടിനെ വിളിക്കുന്ന പേര് മീനാമ്പക്കം എയർപോർട്ട് എന്നാണ് വിളിക്കാറുള്ളത്. തമിഴ്നാട്ടിലാണ് ചെന്നൈ വരുന്നത്. സോ ദ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ചെന്നൈ മീനാമ്പക്കം. എന്നാൽ അടുത്താണ് കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട്. എന്താണ് കൊൽക്കത്തയിലെ എയർപോർട്ടിനെ വിളിക്കുന്ന പേര്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് ആണ്. അത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത എന്ന് പറയുമ്പോൾ ഈ എൻഡിലേക്ക് വെസ്റ്റ് ബംഗാളിലേക്ക് ഇങ്ങോട്ട് വരണം. ഇതാണ് ഫിഫ്ത് വൺ എന്ന് പറയുന്നത്. അത് ലാസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഏറ്റവും അവസാനത്തെ ഹൈദരാബാദ് എന്ന് പറയും. ഹൈദരാബാദിലെ എയർപോർട്ടിനെ വിളിക്കുന്ന പേരെന്താണ്, രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ സെന്റർ ഭാഗത്തോട്ട് അങ്ങോട്ട് പോന്നോട്ടെ. ഇതാണ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്ന ഹൈദരാബാദ് എയർപോർട്ട്.
സോ മക്കളെ, ജിയോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് ഈ ലെവലിലുള്ള മാത്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മക്കൾക്ക് ഉണ്ടായിരിക്കാം. ജിയോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ മാത്ത് ക്വസ്റ്റ്യൻസ് വരും മുഴുവനും ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോന്നും കൃത്യമായി മാർക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടുള്ളതാണ്. അവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞാനിവിടെ മാർക്ക് ചെയ്യുമ്പോഴാണ് മക്കൾ കറക്റ്റ് ആയിട്ട് ചെയ്യും. ഞാൻ സാർ ഇവിടെയായിരുന്നു മാർക്ക് ചെയ്തതെന്ന് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റും. ഇതിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, അഥവാ എങ്ങാണ്ട് ഇതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ട് പറയാം, ഓരോന്ന് ഇന്ന സ്ഥലത്ത് ഇന്ന കാരണം കൊണ്ട് ഇന്ന ഷോർട്ട് എന്നൊക്കെ പറയാൻ നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറോളം വരും ഈ ഒരു വീഡിയോ. സോ അതുകൊണ്ടാണ് വളരെ ഷോർട്ട് ആക്കിയിട്ട് ഈ മാപ്പിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തത്. മക്കളെ, ഇത് കൃത്യമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇത് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോ. ഇതുപോലെ ഇനി ഏതൊക്കെ വീഡിയോകൾ വേണ്ടത് നമ്മുടെ SSTയുടെ ഭാഗത്ത് നിന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. SST നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഞാൻ വണ്ണ് കിട്ടട്ടെ.